ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാക്കേബിളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനലിനെ പറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് മൾട്ടി മോഡൽ ICD എന്ന് പറയപ്പെടുന്ന ഒരു പോർട്ടാണ് കെ-പാക്ട് അഥവാ കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ. ഈ പ്രോജക്റ്റിനെ പറ്റി നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, അതായത് കോട്ടയത്ത് നമ്മുടെ ഇടുക്കിയിൽ നിന്നും കോട്ടയത്തുള്ള കാർഗോസിനെ ഈ ഒരു കോട്ടയം പോർട്ടിൽ വെച്ച് സ്റ്റഫ് ചെയ്ത് കസ്റ്റംസിൻ്റെ എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് വയ ബാർജ് ഇതിനെ വല്ലാർപാടത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റാണ് ഈ പറയുന്ന കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ. അതുകൊണ്ടാണ് നമ്മളതിനെ മൾട്ടി മോഡൽ എന്ന് വിളിക്കാൻ കാരണം. പല മോഡലുണ്ട്. നമ്മൾ ബാർജ് വഴി എന്ന് പറയുമ്പോൾ സീ യൂസ് ചെയ്യുന്നുണ്ട്, റോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കൊരു റെയിൽ കണക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള അംബീഷ്യസ് പ്രോജക്റ്റ് വഴി ഈ കോട്ടയം ഇടുക്കി ഭാഗത്തു നിന്നുള്ള ഏതാണ്ട് 20,000 കണ്ടെയ്നേഴ്സിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് അറൗണ്ട് 30% to 40% കുറയ്ക്കാനും, പൊല്യൂഷൻ, റോഡിൻ്റേതായിട്ടുള്ള ആക്സിഡൻസ് ഇതെല്ലാം കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഭീകര പ്രോജക്റ്റാണ് കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ. 2009 റീസെൻ്റ് ഒന്നുമല്ല, 2009 കെ-പാക്ട് നിലവിൽ വരുന്നത്, കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ നിലവിൽ വരുന്നത്. അതിനുശേഷം ICD മൂവ്മെൻറ്റ്സ്, ഇൻലൻഡ് കണ്ടെയ്നർ ഡിപ്പോയായിട്ട് റെയിൽ വഴിയുള്ള കാർഗോ മൂവ്മെൻറ്റ്സ്, റെയിൽ വഴി കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള കാർഗോ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ICD ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മൾട്ടി മോഡൽ എന്ന് പറയുന്ന ഈ വെറ്റ് പോർട്ട് എന്ന് പറയുന്ന അംഗീകാരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. ആദ്യം തന്നെ നമുക്ക് നല്ല ബാർജ് വേണം. ഈവൻ ദോ നമ്മൾ ഇവിടെ കോട്ടയത്ത് നിന്ന് ഈ പറയുന്ന കൊച്ചിയിലോട്ട് ബാർജ് വഴിയുള്ള ട്രയൽ റൺസ് ഒക്കെ നടത്തിയെങ്കിൽ പോലും അത് ഒരു പ്രാക്ടിക്കൽ വ്യൂവിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് വലിയ ബാർജുകൾ വേണം. അപ്പോൾ ഇങ്ങനെ വലിയ ബാർജുകൾ, ഏതാണ്ട് ഒരു 24 TU കപ്പാസിറ്റിയുള്ള ബാർജുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തണ്ണീർമുക്കം ബണ്ടിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വേമ്പനാട്ട് കോയിൽ കായലിലെ എല്ലാ ഏരിയയിലൂടെ കടന്നു പോകാനുള്ള ഒരു ബ്രിഡ്ജ് ക്ലിയറൻസ് വേണം, നല്ല ആഴം വേണം. ഇതൊന്നും ഡെവലപ്പ് ആകാത്തത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇന്ത്യൻ നാവിഗേഷൻ നല്ല രീതിയിൽ ഡെവലപ്പായി കഴിഞ്ഞാൽ ഇത്തരം പ്രോജക്ട്സ് കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. വിഴിഞ്ഞമൊക്കെ വരുമ്പോഴത്തേക്കും ഇത്തരം പ്രോജക്ട്സ് വീണ്ടും നല്ലപോലെ സ്റ്റാർട്ടായിട്ട് ബാർജുകളൊക്കെ, പുതിയ ബാർജ് വാങ്ങിക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും സെറ്റാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്